അധികാരത്തിൽ വന്നാൽ സ്വിസ് ബാങ്കിലെ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുക്കും, അതെല്ലാം ഇന്ത്യക്കാർക്ക് തുല്യമായി വീതിച്ചു നൽകും എന്നും പറഞ്ഞ് അധികാരത്തിൽ വന്ന നേതാവാണ് നരേന്ദ്രമോദി. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ ഒരു നയാ പൈസയുടെ കള്ളപ്പണം പോലും മോദിക്ക് പിടിച്ചെടുക്കാനായില്ല. ഇപ്പോഴിതാ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിനെ പോലും നരേന്ദ്രമോദി ഭയപ്പെടുന്നു. അധികാരത്തിൽ വന്നാൽ ഇന്ത്യക്കാർക്ക് സ്വിസ് ബാങ്കിലുള്ള അനധികൃത നിക്ഷേപമെല്ലാം പിടിച്ചെടുത്ത് എല്ലാ പൗരന്മാർക്കും തുല്യമായി വീതിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്താണ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. 10 വർഷങ്ങൾക്കിപ്പുറം കാണുന്നത് വേറിട്ട കാഴ്ച. SBIയുടെ പക്കലുള്ള ഇലക്ട്രൽ ബോണ്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതിനെ മോദിക്ക് ഭയമാണ്. അണ്ണാ ഹസാരെയുടെ നേതൃത്വത്തിൽ നടന്ന അഴിമതി വിരുദ്ധ സമരം രാജ്യത്തെ പിടിച്ചുലച്ച കാലം. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം UPA സർക്കാരിനെതിരെ ജനവികാരം ശക്തമായി. ഇതിന്റെയെല്ലാം ഗുണഭോക്താവ് BJP ആയിരുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി BJPയുടെ നായകസ്ഥാനം ഏറ്റെടുത്തു. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ വിദേശ രാജ്യങ്ങളിലെ ബാങ്കുകളിൽ ഇന്ത്യക്കാർക്കുള്ള അനധികൃത നിക്ഷേപ തുക പിടിച്ചെടുത്ത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തുല്യമായി വീതിച്ചു നൽകുമെന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. ये चोर लुटेरों से एक एक रुपया वापस लेना चाहिए। इस रुपयों पर जनता का अधिकार है कि नहीं है? ये रुपया जनता के काम आना चाहिए। अरे एक बार ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, उतने भी हम रुपये ले आए ना, तो भी हिंदुस्तान के एक एक गरीब आदमी को मुफ्त में 15-20 लाख रुपए यूं ही मिल जाएगा। ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति 2014 മെയ് 28 മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് തന്നെ കള്ളപ്പണ വിഷയം അന്വേഷിക്കാനായി ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അന്വേഷണ സംഘത്തിന് മുമ്പാകെ വന്ന ആദ്യ കള്ളപ്പണ കേസ് ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പിനെതിരെയുള്ളതായിരുന്നു. 5000 കോടി രൂപ നികുതിരഹിത രാജ്യങ്ങളിലേക്ക് കടത്തിയെന്ന് ഇഡിയും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും കണ്ടെത്തി. തെളിവുകൾ മോദി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കി. കണ്ടെത്തലുകൾ അദാനി ഗ്രൂപ്പ് നിഷേധിച്ചു. നടപടിയൊന്നും ഉണ്ടായില്ല. സത്യസന്ധമായി അന്വേഷണം നടത്തിയ ഇഡിയിലെയും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിലെയും ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രതികാര നടപടികൾ ഉണ്ടായത്. പിന്നീടൊരിക്കലും കള്ളപ്പണത്തെക്കുറിച്ച് നരേന്ദ്രമോദി ശബ്ദിച്ചിട്ടില്ല. അവിടെ കൊണ്ടും തീർന്നില്ല. കള്ളപ്പണം നിയമപരമാക്കി. അതിനായി കൊണ്ടുവന്ന സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട്. ഉറവിടം വെളിപ്പെടുത്താതെ BJPയുടെ അക്കൗണ്ടിലേക്ക് കോർപ്പറേറ്റുകളുടെ പണം ഒഴുകിയെത്തി. അഴിമതിയുടെ നിയമവൽക്കരണം സുപ്രീം കോടതി റദ്ദാക്കി. വിവരങ്ങൾ പുറത്തു വരുന്നതിനെ മോദി ഭയപ്പെട്ടു. SBI മോദിയുടെ കൈകളിലെ കളിപ്പാവയായി മാറി. ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയവരുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ജൂൺ 30 വരെ സാവകാശം നൽകണമെന്ന് SBI സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ആവശ്യം കോടതി നിരസിച്ചതോടെ മോദി തല കുനിച്ചു. സർവത്ര പുരണ്ടിരിക്കുന്ന അഴിമതിക്കറയെ വർഗീയതയിലൂടെ തേച്ചുമാറ്റി കളയാനാണ് മോദിയുടെ ശ്രമം. അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു. അഴിമതിക്കെതിരെ പണ്ട് നിരാഹാര സമരം നടത്തിയ അണ്ണാ ഹസാരെ ഇപ്പോൾ എവിടെയാണ്? തെരഞ്ഞെടുപ്പിന് മുമ്പ് രാജ്യത്ത് ഒരു കലാപം നടത്താനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കൂ. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.